ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യസ് ലാബ് നെറ്റ്വർക്ക്, ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ഇൻ ഗാംബിയ, ഹോങ്കോങ്സ് നാഷണൽ സെക്യൂരിറ്റി ലോ, ടൈഗർ ട്രയംഫ്, നെറ്റഡ് ഇൻ ഇല്ലീഗൽ വൈൽഡ് ലൈഫ് ട്രേഡ്, ഷാർക്സ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട്, സ്റ്റേറ്റ് ഓഫ് ദി ക്ലൈമറ്റ് റിപ്പോർട്ട്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FSSAയുടെ ലാബ് നെറ്റ്വർക്കിനെ കുറിച്ചാണ്. ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലാബ് നെറ്റ്വർക്കിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഈ ഫുഡ് സേഫ്റ്റി ചെക്ക് ചെയ്യുന്നതിനുള്ള ലാബുകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിലുള്ള കുറേ ലാബുകളുണ്ട്. പക്ഷേ ആ ലാബുകൾക്കൊന്നും ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ പാത്തജിൻസ് ഒന്നും, അതായത് ഫുഡിലുള്ള പാത്തജിൻസിനൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ 34ഓളം മൈക്രോബയോളജി ലാബുകൾ 24 സ്റ്റേറ്റുകളിലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 8 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ ലാബ് നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 34 മൈക്രോബയോളജി ലാബുകൾ ഇന്ത്യയിൽ ഏകദേശം 24 സ്റ്റേറ്റുകളായിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലാബുകൾ ഏകദേശം 10ഓളം പാത്തജിൻസിന്, ഇപ്പോൾ കോളി, അതുപോലെ തന്നെ സാൽമോണല്ല, അതുപോലെ തന്നെ ലിസ്റ്റേറിയ പോലുള്ള 10ഓളം പാത്തജിൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ ഈ സംസ്ഥാന ലെവലിലുള്ള സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ലാബുകൾക്ക് ഇത്തരത്തിലുള്ള പാത്തജിൻസിനെ ടെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതിൻ്റെ കൂടി ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയെക്കുറിച്ചും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഈ ഫുഡ് ഐറ്റംസിൻ്റെ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ വിൽപ്പന, അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തുന്നതും അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്നതും ഇവർ തന്നെയാണ്. അപ്പോൾ ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറഞ്ഞു. 2006 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 അടിസ്ഥാനത്തിലാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന മറ്റുള്ള ഒരുപാട് നിയമങ്ങളെ കൺസോളിഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു നിയമമാണ് ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ FSSAI എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ഇൻ ഗാംബിയ എന്നുള്ള ടോപ്പിക്കാണ്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗാംബിയയിൽ അവിടെ നേരത്തെ ഈ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലുമാണ് ഏറ്റവും അധികം പ്രവലൻ്റ് ആയിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഹോൺ ഓഫ് ആഫ്രിക്കയിലാണ്. ഇപ്പോൾ ഈ എത്യോപ്യ, അതുപോലെ തന്നെ സൊമാലിയൊക്കെ ഉൾപ്പെടുന്ന ഹോൺ ഓഫ് ആഫ്രിക്കൻ റീജിയനിലാണ് ഏറ്റവും ഇത് പ്രവലൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ ഇത് വളരെ പ്രവലൻ്റ് ആണെങ്കിലും അത് അവിടുത്തെ കസ്റ്റംസുമായിട്ട് വളരെയധികം റിലേറ്റ് ആയതുകൊണ്ടാണ് ഇത് അവിടെ പ്രവലൻ്റ് ആവാനുള്ള കാരണം. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം തന്നെ, സൊമാലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇത് നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഗാംബിയയും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 2015 ഈ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മേ ബി അവർ റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് അവിടെ വലിയ രീതിയിലുള്ള ഈ സ്ത്രീപക്ഷ സംഘടനകളുടെയൊക്കെ സമരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 13 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇത് 2015 ഗാംബിയയിൽ ഇത് നിരോധിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ നിരോധനം നീക്കിക്കൊണ്ട് അതായത് ആ ലോ റിവേഴ്സ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അവർ അതിനെക്കുറിച്ചുള്ള ഡിബേറ്റ്സ് അവിടുത്തെ പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഇത് നിരോധിച്ചിരുന്ന സമയത്ത് ഇത് ഈ പറയുന്ന ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ രീതിയിലുള്ള ഫൈനും അതുപോലെ തന്നെ ജയിൽ സെൻറ്റൻസും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ FGM നിരോധിച്ചതിന് ശേഷം ആ നിരോധനം ഒഴിവാക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ട് ഗാംബിയ മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒക്കെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും ഇല്ലാത്തതും അതേസമയം തന്നെ ഒരുപാട് ഹെൽത്ത് റിസ്കുകളുള്ള ഒരു കാര്യം കൂടിയാണ്. എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ്, ഷോക്ക്, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഈ എക്സസീവ് ബ്ലീഡിങ് കാരണം ഡെത്ത് പോലുള്ള അപകട സാധ്യതയൊക്കെയുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് നമുക്ക് ഏറ്റവും അധികം പ്രവലൻ്റ് ആയിട്ട് കാണാൻ പറ്റുക ഈ ആഫ്രിക്കയിലാണ്, എസ്പെഷ്യലി ഹോൺ ഓഫ് ആഫ്രിക്കയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന റീജിയൻസിലാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ കസ്റ്റംസുമായിട്ട്, അവിടുത്തെ ലോക്കൽ ട്രഡീഷൻസുമായിട്ട് ഇത് ഹൈലി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ആ കസ്റ്റമിൻ്റെ ഭാഗമാണ് ഇത് എന്നുള്ളതുകൊണ്ടാണ്.
ഇത് കൂടാതെ ഈ ആഫ്രിക്കയിലാണ് ഇത് കൂടുതലുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ യൂണിയൻ 2003 അവരുടെ രണ്ടാമത്തെ സമ്മിറ്റിൻ്റെ സമയത്ത് ഒരു മാപ്പൂറ്റോ പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്ന ഒരു പ്രോട്ടോകോൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ FGM അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അത് എൻഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആഹ്വാനവും ഈ പ്രോട്ടോകോളിനകത്ത് പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഹോങ്കോങ് നാഷണൽ സെക്യൂരിറ്റി ലോയെ കുറിച്ചാണ്. അതായത് ഹോങ്കോങ്ങിൽ 2019 വലിയ രീതിയിലുള്ള സമരങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നാഷണൽ സെക്യൂരിറ്റി ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഈ ഹോങ്കോങ്ങിൻ്റെ ലെജിസ്ലേറ്റീവ് ബോഡി ഇപ്പോൾ വീണ്ടും പുതിയ കുറച്ച് നാഷണൽ സെക്യൂരിറ്റി ലോസ് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2019 ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു നാഷണൽ സെക്യൂരിറ്റി ലോ വന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള സമരങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ളൊരു ലോ ആണ് ഇപ്പോൾ വീണ്ടും അവർ പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 13 ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ നാഷണൽ സെക്യൂരിറ്റി ലോ എന്ന് പറയുന്ന സാധനം ഹോങ്കോങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഇനി ഹോങ്കോങ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെക്കുറിച്ചും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ഈ ഹോങ്കോങ് എന്ന് പറയുന്നത് 3 ഭാഗത്തല്ല, ഇതൊരു പെനിൻസുല പോലത്തെ ഒരു റീജിയനാണ്. ഇതിൻ്റെ 3 സൈഡും സൗത്ത് ചൈന സീ ആണ്. പക്ഷേ ഇവരുടെ നോർത്തേൺ സൈഡ് എന്ന് പറയുന്നത് ഈ ചൈനയുടെ ഒരു ഗാങ്ഡോങ് എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്. ഗാങ്ഡോങ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ഓക്കെ, അതിനകത്തുള്ള ഈ ഷെൻസൻ സിറ്റിയൊക്കെ ആയിട്ട് ലാൻഡ് ബോർഡർ ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഷാംചുൻ റിവർ എന്ന് പറയുന്ന റിവറും ഇവരുടെ ബോർഡർ റീജിയനിലൂടെ കടന്നു പോകുന്നുണ്ട്. സോ ഹോങ്കോങ് പ്രാക്ടിക്കലി പറയുന്ന സമയത്ത് ഡിഫാക്റ്റോ അല്ലെങ്കിൽ ഒഫീഷ്യലി ചൈനയുടെ ഭാഗമാണ്. 1997 വരെ ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്ന സ്ഥലമാണ് ഹോങ്കോങ്. 1997 ബ്രിട്ടൻ ചൈനയ്ക്ക് ഹോങ്കോങ്ങിനെ കൈമാറുന്നത്. അപ്പോൾ ഹോങ്കോങ് നമ്മുടെ സിംഗപ്പൂരൊക്കെ പോലെ തന്നെ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു റീജിയനാണ്. ഹൈ പെർ ക്യാപിറ്റ ഇൻകം ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു, ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സിലും ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റസ് ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ 97 തൊട്ട് ഇത് ചൈനയുടെ ഭാഗമാണ്. അപ്പോൾ ചൈനയുടെ ഭാഗമാക്കി മാറ്റുന്ന സമയത്ത് ഈ ബ്രിട്ടീഷുകാരുമായിട്ട് ചൈനീസ് അതോറിറ്റീസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചൈനീസ് ഗവൺമെൻറ് സൈൻ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് അനുസരിച്ച് ഹോങ്കോങ്ങിനെ ഒരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ചൈനയുടെ ഒരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയനാണ് ഹോങ്കോങ്ങും അതേപോലെ തന്നെ മക്കാവും ഒക്കെ. അപ്പോൾ ഹോങ്കോങ്ങിൻ്റെ കേസിൽ ഈ ബ്രിട്ടീഷുകാരുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള എഗ്രിമെൻ്റ് അനുസരിച്ച് അടുത്ത 50 വർഷത്തേക്ക്, അതായത് 2047 വരെയുള്ള കാലഘട്ടത്തിൽ ഹോങ്കോങ്ങിൽ ബ്രിട്ടീഷുകാർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. കുറച്ചും കൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അത് കണ്ടിന്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻലാൻഡ് ചൈനയിൽ കാണുന്നത് പോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് റൂൾ അല്ല ഹോങ്കോങ്ങിലുള്ളത് എന്ന് മനസ്സിലാക്കുക. കുറച്ചും കൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഹോങ്കോങ് എന്ന് പറയുന്നത്. അത് 2047 വരെ തുടരുന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നാഷണൽ സെക്യൂരിറ്റി ലോസ് പാസ്സാക്കിക്കൊണ്ട് ചൈനീസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റി ഹോങ്കോങ്ങിൻ്റെ മുകളിൽ ഗ്രാജുവലി ഇമ്പോസ് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഹോങ്കോങ്ങിൽ അതിനെതിരായിട്ട് സമരം നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹോങ്കോങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയ്ക്കുള്ള ഈ ഒരു യുണീക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന വാക്കാണ് 1 country 2 system എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാക്കും കൂടി ഓർത്തിരിക്കുക. പ്രിലിംസിനൊക്കെ മേ ബി ചോദിക്കാം ഈ 1 country 2 system എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളത്. അത് ഈ ഹോങ്കോങ്ങും ചൈനയും തമ്മിലുള്ള റിലേഷനെ പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹോങ്കോങ്ങിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഹോങ്കോങ്ങിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ വിളിക്കാറുള്ളത് ബേസിക് ലോ എന്നാണ്. ചില വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ വിളിക്കുന്നത് പോലെ അവരവരുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വിളിക്കുന്നത് ബേസിക് ലോ എന്നാണ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ടൈഗർ ട്രയംഫിനെ കുറിച്ചാണ്. സോ ഈ ടൈഗർ ട്രയംഫ് എന്ന് പറയുന്നത് ഇന്ത്യയും US തമ്മിൽ ജോയിൻ്റ് ആയിട്ട് നടത്തുന്ന ഒരു ട്രൈ സർവീസ് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് ആണ്. ഓക്കെ, ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് ആണ്. ഇതൊരു ട്രൈ സർവീസ് എക്സസൈസ് ആണ്. അതായത് ഇതിനകത്ത് ആർമിയും നേവിയും എയർഫോഴ്സും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇന്ത്യക്കും US-ൻ്റെ ഇടയിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന HADR അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻസ് കമ്പൈൻഡ് ആയിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി, അതിൻ്റെ ഇൻ്റർഓപ്പറബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക. ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ SOPs റിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ 2 രാജ്യങ്ങൾക്കിടയിലുള്ള ഫോഴ്സസിന് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ 2 രാജ്യങ്ങൾക്കിടയിലുള്ള ഫോഴ്സിനിടയിലുള്ള കോർഡിനേഷൻ ബെറ്റർ ആക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ബേസിക്കലി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ ഈ ഇന്ത്യയും US-ഉം തമ്മിൽ നിലനിൽക്കുന്ന മറ്റു ചില മിലിറ്ററി എക്സസൈസും കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്നാണ് യുദ്ധാഭ്യാസം എന്ന് പറയുന്നത്. അത് 2 രാജ്യങ്ങളുടെയും ലാൻഡ് ഫോഴ്സസിൻ്റെ അടിയിൽ നടക്കുന്നതാണ്. അതുപോലെ തന്നെ വജ്രപ്രഹാർ എന്ന് പറയുന്ന മറ്റൊരു എക്സസൈസ് ഉണ്ട്. അതും ലാൻഡ് ഫോഴ്സസ് തമ്മിലുള്ളതാണ്. പിന്നെ മലബാർ എക്സസൈസ് ഉണ്ട്. ഇതൊരു മൾട്ടി ലാറ്ററൽ നേവൽ എക്സസൈസ് ആണ്. US മാത്രമല്ല, ഇതിൻ്റെ കൂടെ ജപ്പാനും ഓസ്ട്രേലിയയും കൂടെ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് എയർ എക്സസൈസും നമുക്കിടയിൽ കണ്ടക്ട് ചെയ്യപ്പെടാറുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നെറ്റഡ് ഇൻ ഇല്ലീഗൽ വൈൽഡ് ലൈഫ് ട്രേഡ് ഷാർക്സ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടാണ്.
സോ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഈ ഇല്ലീഗൽ വൈൽഡ് ട്രേഡിനെ കുറിച്ച്, എസ്പെഷ്യലി ഷാർക്കിൻ്റെ ഒക്കെ ട്രേഡിനെ കുറിച്ചിട്ടുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ട്രാഫിക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രാഫിക് പബ്ലിഷ് ചെയ്തിട്ടുള്ള ട്രാഫിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ റിപ്പോർട്ട് ആരാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. പ്രധാനപ്പെട്ട ഫൈൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ പിടിച്ചെടുക്കുന്ന ഇല്ലീഗലായിട്ടുള്ള ഈ ഷാർക്കുകളുടെയൊക്കെ ഫിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് 65% തമിഴ്നാട്ടിൽ നിന്നാണ് ക്യാപ്ചർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നുള്ളത് കർണാടക, ഗുജറാത്ത്, കേരള, മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റുകളാണ് പിന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 160ഓളം ഷാർക്ക് സ്പീഷീസുകളിൽ ഏകദേശം ഈ ഷാർക്ക് സ്പീഷീസിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്ന ഒന്നാണ് ഈ തിരണ്ടി അല്ലെങ്കിൽ റൈസ് എന്ന് പറയുന്നത്, സ്റ്റിംഗ് റൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് 26 ഷാർക്ക് ആൻഡ് റൈസ് സ്പീഷീസുകൾ മാത്രമേ നമ്മുടെ ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണെന്ന്, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ലെജിസ്ലേഷൻ്റെ ഒരു ആബ്സെൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടി ഈ ട്രാഫിക്കിനെ കുറിച്ചും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ട്രാഫിക് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വൈൽഡ് ലൈഫ് ട്രേഡ് മോണിറ്ററിങ് നെറ്റ്വർക്കാണ്. ഇതൊരു ഗ്ലോബൽ ലെവലിലുള്ള NGO ആണ്. വൈൽഡ് പ്ലാന്റുകൾ, ആനിമൽസ് ഇതിനകത്തൊക്കെയുള്ള ട്രേഡിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു NGO ആണെന്ന് മനസ്സിലാക്കിയത് 1976 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പീഷീസ് സർവൈവൽ കമ്മീഷൻ്റെ ഒക്കെ, അതായത് സ്പീഷീസ് സർവൈവൽ കമ്മീഷൻ ഓഫ് ദി ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് ദി നേച്ചർ അല്ലെങ്കിൽ IUCNൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പായിട്ടാണ് 76 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ, അതുപോലെ തന്നെ IUCNൻ്റെ ഒക്കെ ഒരു സ്ട്രാറ്റജിക് അലയൻസും കൂടിയായിട്ട് ഇത് പിന്നീട് മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. നിലവിൽ ഇവരുടെ മെയിൻ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് UK കേംബ്രിഡ്ജിലാണ്. ഓക്കെ, ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സ്റ്റേറ്റ് ഓഫ് ദി ക്ലൈമറ്റ് റിപ്പോർട്ടാണ്. സോ ഈ സ്റ്റേറ്റ് ഓഫ് ദി ക്ലൈമറ്റ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 9 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. സോ ഈ സ്റ്റേറ്റ് ഓഫ് ദി ക്ലൈമറ്റ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത് WMO ആണ്, അല്ലെങ്കിൽ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്. അവരിപ്പോൾ റീസെൻ്റ്ലി സ്റ്റേറ്റ് ഓഫ് ദി ക്ലൈമറ്റ് റിപ്പോർട്ട് 2023 റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ WMO എന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം UPSC മെയിൻസിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മുമ്പത്തെ പ്രാവശ്യം എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷനെ കുറിച്ച്. സോ ഇതൊരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് യുണൈറ്റഡ് നേഷൻസ് ആണെന്ന് മനസ്സിലാക്കി. UN ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. സോ ബേസിക്കലി അറ്റ്മോസ്ഫിയറിക് സയൻസ്, ക്ലൈമറ്റോളജി, ഹൈഡ്രോളജി, ജിയോ ഫിസിക്സ് എന്നീ കാര്യങ്ങളിലൊക്കെയുള്ള ഇൻ്റർനാഷണൽ കോപ്പറേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഈ റിപ്പോർട്ട് അവരെല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്നൊരു റിപ്പോർട്ടാണ്. ഇനി ഈ റിപ്പോർട്ടിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട 2023 റിപ്പോർട്ടിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മൾ ഈ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ലോകത്തിലെ ഏറ്റവും വാമസ്റ്റ് റെക്കോർഡഡ് ഇയർ ആയിരുന്നു 2023 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1850, 1900 കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 1.45 ഡിഗ്രി സെൽഷ്യസിൻ്റെ സർഫേസ് ടെമ്പറേച്ചറിൻ്റെ ഇൻക്രീസ് ഗ്ലോബൽ ലെവലിൽ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 2014-23 കാലഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ 10 വർഷങ്ങളിലാണ് ഏറ്റവും വാമസ്റ്റ് ആയിട്ടുള്ള റെക്കോർഡ് ഡെക്കേഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ റെക്കോർഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഓൺ ആൻ ആവറേജ് ഒരു ഡെക്കേഡൽ ഗ്ലോബൽ മെയിൻ സർഫേസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ 1.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ പ്രീ ഇൻഡസ്ട്രിയൽ ലെവലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 1.2 ഡിഗ്രി സെൽഷ്യസ് കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റെക്കോർഡഡ് ഹിസ്റ്ററിയിലെ ഒരു ഏറ്റവും വാമസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെക്കേഡ് ഈ 2014-23 ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിന്, അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ് എന്നീ 3 പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെയും കോൺസെൻട്രേഷൻ ഒരു പുതിയ റെക്കോർഡിലെത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് 2022 ആകുമ്പോഴേക്കും ഒരു റെക്കോർഡ് ഹൈറ്റിലെത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിലാണെങ്കിൽ അത് 417.9 പാർട്സ് പെർ മില്യൺ, മീഥേൻ്റെ കേസിലാണെങ്കിൽ 1923 പാർട്സ് പെർ ബില്യൺ, അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡിൻ്റെ കേസിൽ 335 പാർട്സ് പെർ ബില്യൺ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീ ഇൻഡസ്ട്രിയൽ ലെവലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം കൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഓഷ്യൻ ഹീറ്റ് കണ്ടന്റ് അതും ഈ പറയുന്ന 2023 ഒരു 65 ഇയേഴ്സ് ഹൈ ആണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറീൻ ഹീറ്റ് വേവ്സ് അതും വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ
ലോകത്തിലുള്ള ഏകദേശം 32ഓളം വരുന്ന ഓഷ്യാനിക് റീജിയൻസിൽ അല്ലെങ്കിൽ ടോട്ടൽ ഏരിയ ഓഫ് ഓപ്ഷൻ്റെ 32% സ്ഥലങ്ങളിലും ഈ മറൈൻ ഹീറ്റ് വേവുകൾ 2023 വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ഈ എൽനിനോ എപ്പിസോഡ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ ടോട്ടൽ ഓഷ്യാനിക് റീജിയൻസിൽ 4% മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള മറൈൻ കോൾഡ് വേവ്സ് അനുഭവിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ ഈ സീ ഐസ് വലിയ രീതിയിൽ റെഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് ഈ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് റീജിയനിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 2023 വലിയ രീതിയിലുള്ള ഒരു സീ ഐസ് റിഡക്ഷൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളതെന്നും ഈ റിപ്പോർട്ടിനകത്ത് പരാമർശമുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന റിപ്പോർട്ടിനകത്ത് മേജറായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.